എന്താ ലത്തി? മോളെ ഇവിടെ ആകെ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അതെ പോലീസ് അവരെ മോളെ പോലീസ് കൊണ്ടുപോയി. എന്തേലും ഒന്ന് ചെയ്യുമ്പോളെ. നിങ്ങളോട് ആര് പറഞ്ഞു മതമാറ്റം ഉണ്ടാക്കാൻ? ഇതിനൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ സമുദായക്കാർ ആരെങ്കിലും ഉണ്ടോ അവനെ രക്ഷിച്ചോണ്ട് വരാൻ? ഇല്ലല്ലോ. ആ പിള്ളേർ ഒരു മതത്തിനും ഇല്ലാതെ മനുഷ്യരായിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞതല്ലേ. ഇനിയെങ്കിലും നിങ്ങളുടെ ഈ ഒടുക്കത്തെ മതപ്പരാന്ത് വിട്ട് മനുഷ്യരായിട്ട് ജീവിക്കാൻ നോക്ക്. മക്കളെ സ്നേഹിക്കുന്ന തന്തയാവാൻ നോക്ക്. എന്താ കളിയാ? അപ്പോളെ എന്തായി? എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ സംസാരിച്ചു. ഈ മീഡിയയൊക്കെ ഇടപെട്ട കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പിന്നെ മോളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. എനിക്ക് ഓനൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പം കാണാൻ പാടാ, ഇങ്ങനത്തെ ഒരു കേസല്ലേ. ഇനി ഇതിനോടനുബന്ധമായിട്ടുള്ള കുറേ കേസുകളിലെ ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ കാണാം. പഠിച്ചോനെ, എങ്ങോട്ടേക്ക് കാര്യങ്ങൾ പോകുന്നു? അളിയൻ ബേജാറാവല്ലേ? ഓനെ ആര് വേണേലും ചോദ്യം ചെയ്തോട്ടെ. നമ്മുടെ ചെക്കൻ ഒരു തെറ്റും ചെയ്തില്ല, നമ്മക്കറിയാലോ. അളിയൻ ധൈര്യമായിട്ടിരിക്കും. വാ. ആസിഫ് നന്നായി പാടൂല്ലേ? പാട്ടല്ല യെസ് റാപ്പ്. പക്ഷെ റാപ്പിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലിറിക്സ് ഗവൺമെന്റിനും സിസ്റ്ററിനൊക്കെ കുറച്ച് എതിരാ. മൊത്തത്തിലൊരു ദേശവിരുദ്ധത. സാർ, ഞാൻ എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്ത ആസിഫിന് എവിടെ നിന്നാ ഇതിനൊക്കെ ഫണ്ട് കിട്ടുന്നത്? ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഫണ്ട് എവിടെ കിട്ടണെന്ന്? സാർ, സത്യമായിട്ട് എവിടെ നിന്നും ഫണ്ട് വന്നിട്ടില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെ ചെയ്തേ. ഈ പെൺകുട്ടിയെ നീ ട്രാപ്പ് ചെയ്ത് മതം മാറ്റാൻ ശ്രമിച്ചാലടാ? സാറേ, ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഓളോട് ജീവിക്കാനാണ് ഞാൻ ഓളെ വിളിച്ചോണ്ട് പോകുന്നത്. പക്ഷെ ഒരു രീതിയിലും രണ്ടു വീട്ടുകാരും സമ്മതിച്ചില്ല. പിന്നെ ആ ഒരു ഹാലിൽ വേറെ നിവൃത്തി ഉണ്ടായില്ല സാറേ. പിന്നെ ഓൾ തന്നെ പറഞ്ഞ് മതം മാറാൻ. എടാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നീ അവളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്താണെന്ന് ഞങ്ങളങ്ങ് പറഞ്ഞാലോ? സാറേ, അങ്ങനെ ഒരു ഉദ്ദേശം ആസിഫിന് ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ അതിന് ആ പെൺകുട്ടിയെ കൊണ്ട് ബുർക ധരിപ്പിച്ച് വീഡിയോ ചെയ്യിച്ചു താൻ. അത് വേറൊന്നുമല്ല, ഓളപ്പനൊരു പ്രീസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നൊരു പെണ്ണായോണ്ട് ഒക്കെ മുഖം പുറത്ത് കാണിക്കാൻ പറ്റില്ല. എടാ, ഉള്ളത് പറ. ഒരു പെൺകുട്ടി റിക്രൂട്ട് ചെയ്താ നിനക്ക് എത്ര കിട്ടും? സാറേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? എടാ, ഒരു പെൺകുട്ടിയെ കറക്കിയെടുത്ത് IS-ലേക്ക് റിക്രൂട്ട് ചെയ്താൽ തനിക്ക് എന്നാ കിട്ടുമെന്ന് സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ സാറേ. എനിക്ക് ഓളെ ഇഷ്ടമാണ്. എന്നാൽ ഈ അവസാന നിമിഷം പിന്മാറുക എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരല്ലേ പോളെ? പറഞ്ഞിട്ട് എന്താ കാര്യം? മൊത്തത്തിൽ ആസുവിനെതിരെ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട്. എന്താടാ? അത് നടക്കില്ല ചേ, അയാള് വരില്ല. തട്ടിപ്പാച്ചായ സുഖമല്ല എന്ന് പറഞ്ഞത് വെറുതെ. എന്നിട്ട് അയാളുടെ കെട്ടികളുടെ ഒരു ഔദാര്യം വേണമെങ്കിൽ അയാളെ ജൂനിയർ വക്കീലിനെ വിടാന്ന്. പഠിച്ചോനെ, എന്താ ചെയ്യുക? ഐശായിച്ച് ബേജാറാകാണ്ടിരിക്കേ. ഈ ദുനിയാവിൽ ഓ മാത്രമല്ല വക്കീലായിട്ടുള്ളത്. നമ്മുടെ അശ്വതിനെ കെട്ടിയ ചെക്കൻ വക്കീലല്ലേ? പുതിയ പിള്ളേരൊന്നും ശരിയാവൂല. ഇത് നല്ല തായ്ക്കോം ബൈക്കോള്ള ആള് തന്നെ വേണം. അങ്ങനെ ഒരാള് വേണ്ടേ? അങ്ങനെ ഒരാളുണ്ട്. ഓളെ, അനക്ക് കേസ് വായിച്ചൂടെ? ഞാനോ? എന്തായി പറഞ്ഞത്? ഞാനത് ശരിയാകല. അയ്യോ, എനിക്ക് ഭാഗം ഒട്ടും ശരിയാകല. മാമാ കാസിയോടുള്ള കളി ഇനിയും തീർന്നില്ലേ? ഈ എന്താ പറഞ്ഞ? മക്കളെ, അനക്കെല്ലാം കള്ളും കുടിച്ച് റീൽസും കളിച്ച് നടക്കണ പോളിനെ അറിയൂ. ഓനൊരു ഒന്നാം തരം വക്കീല. ഓനെ കൊണ്ട് കേസ് വാദിക്കാനേ ആൾക്കാർ കൂതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ എന്തോ ദൈവാധനം കൊണ്ട് സംഭവിച്ചു പോയതാ. നിനക്കറിയാലോ, ഞാൻ ഈ വക്കീൽ പണി മടുത്തു ഉപേക്ഷിച്ചതാ. എടാ, ഒരു കേസ് പഠിച്ചു വാദിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഇത് നമ്മുടെ ചെറുക്കന്റെ ജീവിത പ്രശ്ന. എങ്ങനെ തോറ്റുപോയാൽ എന്റെ ഉള്ള മനസ്സമാരോടെ പോകും. നീ ചുമ്മാരിക്കും അവിടുന്ന്. എന്റെ മോന്റെ കേസ് നിങ്ങൾ വാദിച്ചാ മതി. ഞാൻ പറ്റില്ലെന്ന് പറയരുത്. ഞങ്ങൾക്ക് വിശ്വാസം. പോളെ പ്ലീസ്, ഈ സമ്മതിക്കും. ട്രെയിൻ നമ്പർ 246/2024 ആസിഫ് വീരാൻ ചർച്ചാ വിഷയമായ ലവ് ജിഹാദ് കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ അല്പസമയത്തിനുള്ളിൽ കോടതി ഹാജരാക്കും.
യുവർ ഓണർ, ക്യാമ്പസുകളും മറ്റും കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘം നിഗൂഢമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. ഒരു വൈദികന്റെ മകളാണ് ഇവിടെ ഇരയാക്കപ്പെട്ടത് എന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു പ്രണയത്തിന്റെ ഭാഗമായുള്ള ഒളിച്ചോട്ടമോ മതം മാറ്റമോ ആയി നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. പ്രതി ഈ പെൺകുട്ടിയെ ബുർക്ക ധരിപ്പിച്ച് വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ പെൻഡ്രൈവ് പൊന്നാനി ലോക്കൽ പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തതിന്റെ പോലീസ് റിപ്പോർട്ടും ഈ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും. ഇതിൽ നിന്നും പ്രതി കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത പ്രവൃത്തിയാണിതെന്ന് നിസ്സംശയം പറയാം. നിഗൂഢമായ ഉദ്ദേശത്തോടുകൂടി പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പൊന്നാനിയിലെ ഒരു മതസ്ഥാപനത്തിൽ വെച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകുമ്പോഴാണ് പെൺകുട്ടിയെ അതിവിദഗ്ധമായി പോലീസ് രക്ഷപ്പെടുത്തിയത്. ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തിന്റെ വേരുകൾ അറിയാനും പ്രതി ആസിഫ് ബീരാന്റെ തീവ്രവാദ ബന്ധങ്ങൾ കണ്ടെത്താനും പ്രതിയെ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചു. That's all, Your Honor. നമ്മുടെ മുതിർന്ന അഭിഭാഷകൻ ജയശങ്കർ അവர்களോട് എനിക്കൊന്ന് പറയാനുണ്ട്. സാർ ഇത്രയും കാലം പ്രണയിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രായത്തിലെങ്കിലും ഒന്ന് പ്രണയിക്കണം. എന്നാലേ മനസ്സിലാവൂ പ്രണയത്തിന്റെ ഒരു നൊമ്പരം. നമ്മൾ പറയും പ്രണയത്തിന് കണ്ണും കാതും ഇല്ലെന്ന്, പിന്നല്ലേ ജാതി മതവും. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാ പോയി പണി നോക്കാൻ പറയും. ഒബ്ജക്ഷൻ, യുവർ ഓണർ. പ്രണയത്തിന് ജാതിയും മതമൊന്നുമില്ല. ഇവിടെ ഞാൻ ചൂണ്ടിക്കാട്ടിയത് ചിലരുടെ പ്രണയത്തിന് ജാതിയും മതവും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നവും. അതെ, അത് തന്നെയാണ് പ്രശ്നം. ചിലരുടെ മാത്രം പ്രണയത്തിൽ ജാതിയും മതവും നോക്കുന്നു. യുവർ ഓണർ, നമ്മുടെ ഭരണഘടനയിൽ പോലും പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ പ്രോസിക്യൂഷൻ പോലും ചെയ്യുന്നത് പ്രണയിക്കുന്നവരുടെ മതം നോക്കി അത് തടയുക എന്നുള്ളതാണ്. യുവർ ഓണർ, വിവിധ മതക്കാർ തമ്മിൽ പ്രണയിക്കുന്നതിനോ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിനോ ഇവിടെ ആരും എതിരല്ല. മറിച്ച് അതിന്റെ പേരിൽ പെൺകുട്ടികൾ ചതിക്കപ്പെടുകയും തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ കേസിൽ നടന്നിട്ടുള്ളതും അത് തന്നെയാണ്. യുവർ ഓണർ, കുറച്ചു കാലങ്ങളായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന വെറും ആരോപണങ്ങളാണ്. ഇത് ഉന്നയിക്കുന്നവർ ഇത്തരത്തിലുള്ള കേസുകളോ വ്യക്തമായ തെളിവുകളോ ചൂണ്ടിക്കാണിക്കാറുമില്ല. ഡോക്ടർ റസിയ എന്ന പെൺകുട്ടി മതം മാറി ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചതിന്റെ ഭാഗമായി ലവ് ജിഹാദ് ആരോപണം ഉയർന്നപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് അന്ന് നൽകിയ പരാതിയിൽ അന്വേഷണ ഏജൻസി ലവ് ജിഹാദ് കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. മറ്റൊന്ന്, നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന് നൽകിയ മറുപടിയുടെ പകർപ്പാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലവ് ജിഹാദ് ഇസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്നാണ്. യുവർ ഓണർ, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വിവാഹ ആവശ്യത്തിനായി മതം മാറിയവരുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 90% പെൺകുട്ടികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രണയത്തിൽ പോലും ആണിന്റെ മതത്തിലേക്ക് മാറാൻ പെൺകുട്ടികൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇവിടെ മാറേണ്ടതും മാറ്റേണ്ടതും. ഇതാണ് വസ്തുത എന്നിരിക്കെ ഒരു സമുദായത്തിന്റെ മാത്രം പ്രണയങ്ങൾ ലവ് ജിഹാദാണെന്ന് ചാപ്പുകുത്താൻ ആരാണ് യുവർ ഓണർ ഇവർക്ക് റൈറ്റ് കൊടുത്തത്? ഒബ്ജക്ഷൻ, യുവർ ഓണർ. പ്രതിഭാഗ വക്കീൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഴുവൻ ആളുകൾ എന്നല്ല, മറിച്ച് ചില ആളുകളെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറച്ചാളുകൾ ചെയ്യുന്ന തെറ്റിനെ ഒരു സമുദായം മുഴുവൻ എങ്ങനെയാണ് കുറ്റവാളികളാവുന്നത്? യുവർ ഓണർ, നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉയരുമ്പോഴൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന ഒരു കേസുണ്ട്. 3 പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കടത്തിയതായി പറയുന്ന കേസ്. ഇതിൽ അഫ്ഗാനിസ്ഥാനിൽ എത്തപ്പെട്ട പെൺകുട്ടി തിരികെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ പെൺകുട്ടിയുടെ അമ്മ അതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ തിരികെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ അവളുടെ മതമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനും മാതൃകാപരമായി ശിക്ഷിക്കാനും കഴിയും. അല്ലാതെ അതിന്റെ പേരിൽ പവിത്രമായ പ്രണയങ്ങളെ, മതത്തിന്റെ വിഷം തീണ്ടാത്ത യൗവനങ്ങളെ വേർപിരിക്കുന്നതെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കാനുള്ളത്. അവർ പ്രണയിക്കട്ടെ, ജാതിയും മതവും ദേശവും ഭാഷയും ഒന്നും നോക്കാതെ പ്രണയിക്കട്ടെ. യുവർ ഓണർ, ഈ കേസിൽ ഇരയാക്കപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു.